എന്തിലാണ് ഒരു ഡിഗ്രി ചേഞ്ച് ഈ ഒരു ബുക്ക് കൊണ്ടുവരെങ്കിൽ ദെൻ ദാറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്, അതർവൈസ് എ വേസ്റ്റ് ഓഫ് യുവർ ടൈം. ഈ റീഡിങ് മരിച്ചു പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളൊരു പുസ്തകം ആളുകൾ എങ്ങനെ ഏറ്റെടുക്കുന്നു, അതിൽ ആളുകൾക്ക് എന്ത് ചേഞ്ചസ് ഉണ്ടാവുന്നത്, എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്? ഹൊറിസോണ്ടൽ ലേണിംഗിന്റെ പകരം നമ്മൾ വെർട്ടിക്കൽ ലേണിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ലേണിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ എത്തിപ്പെടണം എന്നുള്ള ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് ട്രെയിനിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിനുള്ള ബുക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആ ബുക്സ് മാത്രമേ വായിക്കാൻ പാടുള്ളൂ, അല്ലാതെ കൂടുതൽ ബുക്ക് വായിക്കരുത്. അത് ഇനി ചിലപ്പോൾ അതിന് എതിർപ്പുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വെച്ചാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക് ഏരിയ ഉണ്ടെങ്കിൽ അതിനുള്ള ബുക്സ് ആരാണ് എഴുതിയത്, അതിന് റിവ്യൂ എവിടെ, അതിന് യൂട്യൂബിൽ വല്ല റിവ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആമസോണിൽ വല്ല റിവ്യൂ ഉണ്ടോ, റിവ്യൂ നോക്കിയിട്ട് ആ ബുക്കുകളൊക്കെ വായിക്കും. ചിലപ്പോൾ ഒരു ബുക്ക് ഉണ്ടാവും വളരെ നല്ല, ഞാൻ പറയും ഞാൻ വായിച്ചു നല്ല ബുക്ക്, അങ്ങനെ വാങ്ങിച്ച കുറേ ബുക്ക് എൻ്റെ ലൈബ്രറിയിൽ തൊടാതിരിക്കും, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ വെർട്ടിക്കലായിട്ട് നോക്കിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്, ഒരു ഇഞ്ച്, ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ചേഞ്ച് ഈ ബുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ആ ബുക്ക് അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഏത് ബുക്ക് വായിക്കുമ്പോഴും നിങ്ങൾ ടൈം സ്പെൻഡാ ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിൽ നിങ്ങൾ കാര്യം കിട്ടും. ചിലർ വായിക്കണതൊക്കെ നല്ലതാണ്, പക്ഷെ അത് ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരണ്ടേ.